നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കുട്ടികൾ കരയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലിയുള്ള സമയത്ത്, നമുക്ക് തിരക്കുള്ള സമയത്ത്, അല്ലെങ്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് കുറച്ച് നേരമെങ്കിലും മൊബൈൽ കാണാൻ വേണ്ടി കൊടുക്കും. മൊബൈലിൽ എന്തെങ്കിലും റീൽസോ മറ്റോ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ടി വിയിലോ എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ വേണ്ടി വെച്ച് കൊടുക്കും. അപ്പം കുറച്ച് നേരത്തേക്ക് നമുക്ക് സമാധാനം കിട്ടും, കുട്ടികളാണെങ്കിൽ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവർ അടങ്ങിയിരിക്കും. ഇത് പക്ഷേ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 0 സ്ക്രീൻ ടൈമാണ് അഡ്വൈസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വളരുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 2 വയസ്സ് വരെയാണ്. 90% ബ്രെയിനിൻ്റെ വളർച്ചയും വരുന്നത് ആദ്യത്തെ 2 വർഷത്തിലാണ്. 2 വർഷത്തിന് ശേഷം പിന്നെ നമ്മുടെ ബ്രെയിൻ വളരുന്നത് ആകെ 10% ആണ്. ഈ ബ്രെയിൻ വളരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് അവർക്ക് കൊടുത്തിട്ട്, അവരെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ട്, അവർക്ക് കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ ബ്രെയിനിൻ്റെ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ വളർച്ച ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചില രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അത്യാവശ്യം മൊബൈൽ കൊടുക്കാറില്ല, കുറച്ച് ടി വി തുറന്ന് വെച്ച് കൊടുക്കുന്നൊക്കെ പറയും. പക്ഷേ ടി വി ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ഒക്കെ സ്ക്രീൻ ടൈമാണ്. ഒരു സ്ക്രീൻ ടൈം 2 വയസ്സിൻ്റെ താഴെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഒരുപാടാണ്. സ്റ്റഡീസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുടെ റിസ്ക് ഫാക്ടറാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഒബിസിറ്റി, അതുപോലെ ഏർലി കാർഡിയാക് ഡെത്ത്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്. കുട്ടികൾ സ്പീച്ച് ഡിലേ ഉണ്ടാവാനൊക്കെ 2 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികൾ സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും സ്ക്രീൻ ടൈം കൊടുക്കുകയും ചെയ്യരുത്. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ഒരു 1 അവർ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ഒരു അത്യാവശ്യം വാല്യൂ ഉള്ള കണ്ടൻസ് രക്ഷിതാക്കളെ സൂപ്പർവിഷനിൽ കൊടുക്കാം. 5 വയസ്സിൻ്റെ മേലോട്ടാണെങ്കിൽ അവരുടെ കളിയും അവരുടെ പഠനവും ഒക്കെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്ക്രീൻ ടൈം കൊടുക്കാം. സ്ക്രീൻ ടൈം വളരെ അപകടം പിടിച്ചാണ്, ശ്രദ്ധിക്കുക.